Once again, welcome back to Jesnas Cookbites. ഇന്ന് നമുക്ക് കുറച്ച് മിക്സ്ചർ ഉണ്ടാക്കിയെടുത്താലോ? വെറുതെ എന്തിനാ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നത്? നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതല്ലേ ഏറ്റവും നല്ലത്. നമുക്ക് വളരെ എളുപ്പത്തിൽ കുറച്ച് സമയമുണ്ട് എന്നുണ്ടെങ്കിൽ മിക്സ്ചർ വീട്ടിൽ തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് 1.5 കപ്പ് കടലമാവാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. കടലമാവാണ് നമ്മുടെ മിക്സ്ചറിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്, അതെല്ലാവർക്കും അറിയാം. അതിലേക്ക് നമുക്ക് ഒരു 1/2 കപ്പ് അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം, വറുത്ത അരിപ്പൊടി. അപ്പോൾ നമ്മുടെ മിക്സ്ചർ നല്ല ക്രിസ്പി ആവും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമുക്കിനി കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം, കുറച്ച് സാധാരണ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. കാശ്മീരി ചില്ലി പൗഡർ ചേർത്തിട്ടുള്ളത് കൊണ്ട് നല്ല കളർ കിട്ടും. എരിവിനനുസരിച്ചിട്ട് നമുക്ക് നമ്മുടെ സാധാരണ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, കുറച്ച് കായത്തിൻ്റെ പൊടി കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത്, കുറച്ച് ഉപ്പും. ഇത്രയും സാധനങ്ങൾ നമ്മൾ ആഡ് ചെയ്തിട്ട് ഇനി സ്പൂൺ വെച്ചിട്ട് ഇത് നന്നായി ഒന്ന് മിക്സ് ആക്കണം. ഈ പൊടികളെല്ലാം നന്നായിട്ട് ചേരണം. അതുവരെ നമ്മളൊന്ന് 2 മിനിറ്റ് ഇതുപോലെ ഒന്ന് നന്നായി മിക്സ് ആക്കാം. അതിനുശേഷം ഇതിൽ നിന്ന് 3-4 ടേബിൾ സ്പൂൺ നമുക്ക് പൊടി ഇതിൽ നിന്നെടുത്ത് മാറ്റാം. ഇത് നമുക്ക് ബൂന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇത് മാറ്റുന്നത്. അപ്പോൾ ഞാൻ ഇത് കുറച്ച് പൊടി എടുത്ത് ഇതിൽ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് നമ്മുടെ ചപ്പാത്തിയുടെ ഒക്കെ മാവ് പോലെ കുഴച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് നമ്മളിത് കുഴച്ചെടുക്കുക. ഒറ്റയടിക്ക് വെള്ളം ചേർത്ത് കുഴച്ചെടുക്കരുത് കേട്ടോ. ഇതുപോലെ കുറച്ച് വെള്ളം ചേർത്ത് നമ്മൾ കുഴച്ചെടുക്കണം. കാരണം നമ്മുടെ ചപ്പാത്തി മാവിനെക്കാട്ടും കുറച്ചൊന്ന് ലൂസാവണം, എന്നാലോ വല്ലാതെ അങ്ങ് ലൂസായി ടൈറ്റ് ആവാനായിട്ടും പാടില്ല. അപ്പോൾ ആ രീതിയിലായിരിക്കണം നമ്മുടെ മാവിരിക്കേണ്ടത്. ഇനി ഒന്ന് കുഴച്ച് മിക്സാക്കി കഴിഞ്ഞാൽ അതിൻ്റെ മേലെ 1 ടേബിൾ സ്പൂൺ ഏതെങ്കിലും ഓയിൽ ഒഴിച്ചു കൊടുത്ത് ഒന്നും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് കുഴച്ച് നമ്മൾ മിക്സാക്കണം. അപ്പോൾ അതെ, നമ്മുടെ മാവ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് നമുക്ക് ഇതുപോലെ ഷേപ്പ് ചെയ്തിട്ട് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇത് ബൂന്തി ഉണ്ടാക്കാൻ വേണ്ടി നേരത്തെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള പൊടിയുടെ മിക്സാണ്. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചെടുത്ത് നന്നായിട്ട് കലക്കി, കട്ടയില്ലാതെ കലക്കി നമുക്കിത് മിക്സാക്കിയിട്ട് എടുക്കണം. അപ്പോൾ തീരെ കട്ടയുണ്ടാവാൻ പാടില്ല കേട്ടോ. നന്നായിട്ട് നമ്മളിത് കലക്കി മിക്സ് ആക്കണം, എന്നാലാണ് നമുക്കത് ബൂന്തി ഉണ്ടാക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമ്മളിത് ഏതാണ്ട് കലക്കി എടുത്ത് കഴിയുമ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് വേണം വരാനായിട്ട്. അതായത് ഇങ്ങനെ സ്പൂൺ കൊണ്ട് ഇതുപോലെ ഇങ്ങനെ കൗരി ഒഴിക്കുന്ന ഒരു പരുവത്തിലേക്ക് ആക്കിയിട്ട് നമുക്ക് ഇതും മാറ്റി വെക്കാം. അടുത്തതായിട്ട് നമ്മൾ എടുത്തു വെക്കേണ്ടത് കുറച്ച് സാധനങ്ങൾ വറുത്തിടാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ കുറച്ച് കപ്പലണ്ടി എടുത്ത് വെക്കാം, പിന്നെ കുറച്ച് പൊട്ടുകടല, കറിവേപ്പില, ഉണക്കമുളക്, പിന്നെ ഇത് നമ്മുടെ കായം, കട്ടക്കായം ഉണ്ടല്ലോ, കട്ടക്കായം ഇതുപോലെ കുഞ്ഞു പീസാക്കണം കേട്ടോ നമ്മൾ. എന്നിട്ട് ഇത് നമ്മൾ വറുത്ത് ചേർക്കണം. അപ്പം നമ്മുടെ മിക്സ്ചറിന് ഒരു പ്രത്യേക ടേസ്റ്റ്, ഒരു നല്ല സ്മെല്ലും ആയിരിക്കും. അപ്പോൾ ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് വേണം നമ്മൾ ഇതാക്കാനായിട്ട്. പിന്നെ ഇതുപോലെ 2 വെളുത്തുള്ളി, നിങ്ങളുടെ അടുത്ത് ചെറിയ വെളുത്തുള്ളി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഒരു 3-4 ചതച്ചെടുക്കുക. ഇത്രയും സാധനം നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ മാവ് നമ്മുടെ ഇടിയപ്പത്തിൻ്റെ അച്ചെടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. നല്ല നേർമയായിട്ടുള്ള ആ നൂല് വരുന്ന അച്ചല്ല കേട്ടോ, അതിൻ്റെ തൊട്ട് മുകളിലുള്ളത് അതാണ് നമ്മൾ മിക്സ്ചർ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കേണ്ടത്. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ആദ്യം കുറച്ച് എണ്ണ പരട്ടിയതിന് ശേഷം ഈ മാവ് ഇട്ട് വെച്ചാലും മതി. പക്ഷെ ഞാൻ എണ്ണ പരട്ടാറില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ഇടിയപ്പത്തിൻ്റെ അച്ചിൽ നമ്മൾ ആ മാവ് നിറച്ച് വെച്ചു. മിക്സ്ചറിന് വേണ്ട ഐറ്റംസൊക്കെ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ചീനച്ചട്ടിയിൽ നല്ലോണം എണ്ണ ഒഴിച്ച് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ചെറിയ പീസസ് ആക്കി വെച്ചിട്ടുള്ള കായത്തിൻ്റെ കഷ്ണങ്ങളുണ്ടല്ലോ, അത് ഇതുപോലെ ഇട്ടിട്ട് നന്നായിട്ട് നമുക്ക് മൊരിയിച്ചെടുക്കാം. കായത്തിൻ്റെ കഷ്ണങ്ങൾ നമുക്ക് ഇങ്ങനെ ഒരു അരിപ്പത്തട്ടിലിട്ടിട്ട് നമ്മളിതുപോലെ മൊരിയിച്ചെടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ആ മൊരിച്ചിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ നിന്ന് എടുത്ത് മാറ്റാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ കായത്തിൻ്റെ പീസസൊക്കെ നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇത് നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അടുത്തതായിട്ട് നമുക്കിതുപോലെ വെളുത്തുള്ളി ചതച്ചതും നന്നായിട്ട് മൊരിയിച്ചിട്ട് നമുക്ക് അതും ഒരു പാത്രത്തിലേക്ക് നമുക്ക് എടുത്ത് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ വെളുത്തുള്ളി മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അത് നമുക്ക് ആ കായം ഇട്ട് വെച്ചിട്ട് പാത്രത്തിലേക്ക് ഇട്ട് വെക്കാം. അടുത്തതായിട്ട് കറിവേപ്പിലയും ഇതുപോലെ നന്നായിട്ട് ഒന്ന് മൊരിയിച്ച് നമുക്ക് എടുത്ത് മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്ക് കപ്പലണ്ടി ഇട്ട് കൊടുക്കാം. കപ്പലണ്ടി 1 കപ്പോളം കപ്പലണ്ടി ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുണ്ട്. കപ്പലണ്ടിയുടെ അളവൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് കൂട്ടുകയും കുറക്കുകയൊക്കെ ചെയ്യാം.
കപ്പലണ്ടി വറുത്തെടുക്കുമ്പോൾ അങ്ങനെ നല്ലോണം ഫ്രൈഡ് ആക്കേണ്ട, ഒരു 3/4 ഭാഗത്തോളം ഫ്രൈ ആയാൽ മതി. അത് കഴിയുമ്പോൾ നമുക്ക് എടുത്ത് മാറ്റാം. കാരണം ഇരുന്നിട്ട് അതൊന്നും കൂടി ഒന്ന് ഫ്രൈഡ് ആവും. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു 3/4 ഭാഗത്തിൽ കൂടുതൽ ഫ്രൈ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് എണ്ണയിൽ നിന്ന് കോരി മാറ്റി വെക്കാം. ഇതുപോലെ തന്നെ നമുക്ക് ഉണക്കമുളകും ഒന്ന് നന്നായിട്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുത്ത് മാറ്റാം. അടുത്തതായിട്ട് നമുക്ക് പൊട്ടുകടല ഇട്ടിട്ട് വറുത്തെടുക്കാം. ഒരു കടല അത് ഓൾറെഡി ഫ്രൈഡ് ആണ്, അപ്പോൾ പിന്നെ അധികം നേരമൊന്നും നമ്മൾ ഇട്ടിട്ട് വറുക്കേണ്ട കാര്യമില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ അത് കോരി മാറ്റാനാണ്. അപ്പോൾ നമ്മുടെ പൊട്ടുകടല ഞാൻ അതിൽ നിന്ന് കോരി മാറ്റിയിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് ബൂന്തി ഉണ്ടാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ഇങ്ങനെ ദോരങ്ങളുള്ള ഒരു കയ്യിലെടുക്കുക. ഒരു അരിപ്പ കയ്യിലുണ്ടല്ലോ, അതുപോലത്തെ ഒരു കയ്യിലെടുത്തിട്ട് നമ്മൾ നേരത്തെ കലക്കി വെച്ചിട്ടുള്ള നമ്മുടെ ബൂന്തിയുടെ ഒരു മിക്സ് ഉണ്ടല്ലോ, അത് ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ അങ്ങ് ചുറ്റിച്ചു കൊടുക്കുക. അപ്പോൾ ബൂന്തി താഴേക്ക് ഇങ്ങനെ വീണോളൂ. പിന്നെ ബൂന്തി പൊരിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് എണ്ണ നല്ല ചൂടുണ്ടായിരിക്കണം കേട്ടോ. എന്നാലാണ് ശരിക്കും നല്ല റൗണ്ടിൽ ഇങ്ങനെ മണിമണി പോലത്തെ ബൂന്തി നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഇതുപോലെ നമ്മൾ കലക്കി വെച്ചിട്ടുള്ളതെല്ലാം പൊരിച്ച് കോരി എടുക്കാം. അപ്പോൾ നമ്മുടെ ബൂന്തിയും ഇവിടെ തയ്യാറായി. അടുത്തതായിട്ട് നമ്മൾ സേവ് ഉണ്ടാക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ മാവ് കുഴച്ച് നമ്മുടെ ഇടിയപ്പത്തിൻ്റെ അച്ചിലിട്ട് വെച്ചിട്ടുണ്ടായില്ല, ഇതുപോലെ നമ്മൾ അത് ഇതിലേക്ക് ഇങ്ങനെ ചുറ്റിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ സേവും ഏതാണ്ടൊക്കെ പാകമാവുന്നുണ്ട്. സേവ് നമ്മളിതുപോലെ ഒരു സ്ക്രൂവറോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു പപ്പടക്കോലും എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഇങ്ങനെ മറിച്ചിട്ട് തിരിച്ചിട്ട് നമുക്ക് വേവിക്കാം. പിന്നെ സേവ് പൊരിക്കുന്ന സമയത്ത് മീഡിയം ഹീറ്റ് മതി കേട്ടോ, വല്ലാതെ കൂട്ടി വെക്കരുത്. അതുപോലെ തന്നെ സേവ് ഏതാണ്ട് മൊരിഞ്ഞ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇതിൽ നിന്ന് എടുത്ത് മാറ്റാം. കാരണം അതും ഇരുന്നിട്ട് ഒന്നും കൂടി ഒന്ന് മുറുകി ടൈറ്റ് ആവും, അതായത് ഫ്രൈ ഒന്നും കൂടി ഒന്നിന്ന് ഫ്രൈ ആവും. അപ്പം നമ്മൾ നല്ലോണം മൂക്കാനായിട്ട് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അത് വറുത്ത് മാറ്റി വെച്ച് കഴിയുമ്പോൾ അത് കഴിക്കും. അപ്പോൾ അത് സേവ് പൊരിക്കുന്ന സമയത്തൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ഇതുപോലെ നമ്മൾക്ക് ഫുള്ളായിട്ടുള്ള ആ മാവ് നമുക്കിതുപോലെ പൊരിച്ച് കോരി മാറ്റി വെക്കാം. നമ്മുടെ മിക്സ്ചറിന് വേണ്ടതല്ല ഞാനിപ്പോൾ ഇവിടെ വറുത്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ വറുത്തെടുത്ത സേവ് കൈകൊണ്ട് ഇതുപോലെ ഒന്ന് പൊട്ടിച്ചിട്ടിടാം. നമ്മുടെ മിക്സ്ചറിലൊക്കെ കാണുന്ന ആ ഒരു പാകത്തിൽ പൊട്ടിച്ചിട്ടാൽ മതി. അതിനുശേഷം നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള മറ്റുള്ള സാധനങ്ങളും കൂടി നമ്മൾ ഈ ഒരു സേവിൻ്റെ ഒപ്പം നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കണം. നമ്മുടെ എരിവിന് ആവശ്യമനുസരിച്ച്, ചിലർക്ക് മിക്സ്ചർ എരിവോട് കൂടിയിട്ട് ഇഷ്ടം, അപ്പോൾ അതനുസരിച്ചിട്ടുള്ള എരിവിന് ഉള്ള മുളക് പൊടി ഇട്ട് കൊടുക്കുക. കുറച്ച് കായത്തിൻ്റെ പൊടിയും ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇതുപോലെ ഒന്ന് ഇങ്ങനെ കുടഞ്ഞ് നമ്മൾ ഒന്ന് ഇതെല്ലാതും കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കണം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മുളക് പൊടിയും കായത്തിൻ്റെ പൊടിയും ചേർത്ത് ആ സമയത്ത് തന്നെ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി മിക്സ് ആക്കുന്നുണ്ട് കണ്ടോ. അപ്പോൾ നമ്മളെ അടിപൊളി മിക്സ്ചർ ഇപ്പോൾ ഇവിടെ തയ്യാറായി. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങി ഇതാക്കുന്നതിന് പകരമായിട്ട് നമുക്ക് വളരെ സിമ്പിളായിട്ട് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് നോക്കണം. എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതാനായിട്ടും മറക്കരുത്. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.